പത്രമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നവ്യ അഭിക്കും അവന്തികയ്ക്കും നാഗേന്ദ്രനുമായി ബന്ധമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ്. ഇത് മനസ്സിലാക്കിയ നവ്യ അവന്തികയെ ഫോളോ ചെയ്തു പോയപ്പോൾ അവന്തിക നാഗേന്ദ്രനുമായിട്ട് സംസാരിക്കുന്നത് കാണാണ്. അതാണെങ്കിൽ അതേപടി ഫോണിൽ പകർത്തിയെടുക്കാണ് നവ്യ. ആദ്യം തന്നെ നവ്യയുടെ മനസ്സിലോട്ട് വരുന്നത് അനിയുടെ കാര്യമാണ്. അനിക്കും നന്ദുവിനും ഇടയിൽ ഒരു വിലങ്ങായി നിൽക്കുകയാണല്ലോ അവന്തിക. അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനുവേണ്ടി നവ്യ ആദ്യം ചെയ്ത കാര്യം ഈ വീഡിയോ നേരെ ആദർശിന്റെയും മുത്തശ്ശിന്റെയും ഫോണിലോട്ട് അയച്ചു കൊടുക്കാണ്. നവ്യയുടെ നമ്പറിൽ നല്ലോട്ട് അയച്ചു കൊടുക്കുന്നത്. ഇതിനു മുമ്പേ നവ്യയുടെ കയ്യിൽ അൺനോൺ നമ്പർ ഇല്ലായിരുന്നു. ആ നമ്പറിൽ നിന്നാണ് ആദർശനും അതുപോലെ തന്നെ മുത്തശ്ശനും അയച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇത് കാണുന്ന മുത്തശ്ശന് ദേഷ്യം അധികമായിട്ട് ഇരട്ടിക്കാണ്. കാരണം മുത്തശ്ശൻ നാഗേന്ദ്രനെ അത്രത്തോളം വെറുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാഗേന്ദ്രനോടൊപ്പം അവന്തികയെ കണ്ടപ്പോൾ മുത്തശ്ശന് ദേഷ്യം അധികമാവാണ് കേട്ടോ. മുത്തശ്ശന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ പോട്ട് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് വരുന്ന മുത്തശ്ശി ഇദ്ദേഹം എന്താ ഇങ്ങനെ വിചിത്രമായി പെരുമാറുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവന്തിക നാഗേന്ദ്രനെ കണ്ട് നേരെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ അവിടെ നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കഥ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ട്വിസ്റ്റ് നിറഞ്ഞ കിടിലൻ എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയാണെങ്കിൽ അബിയെ അന്വേഷിച്ച് നടക്കാൻ കേട്ടോ. അങ്ങനെ അബിയുടെ മുറിയിൽ എത്തുന്നുണ്ട്. അബിയാണെങ്കിൽ കുഞ്ഞിനെ തൊട്ടിയിലിട്ട് ആട്ടാണ്. ഏട്ടാ എന്താ അവധിയെ? ഏട്ടാ ഏട്ടനൊന്ന് വരുമോ? എന്തു പറ്റി? അത് പിന്നെ എനിക്ക് ഏട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഇപ്പം വരാം. അതെ, എങ്ങോട്ട് പോകുന്നു എന്ന് നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ കണ്ടില്ലേ നവ്യെ, അവധിക എന്നെ വിളിക്കുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അബി, കുഞ്ഞിനെ ഉറക്കിയിട്ട് നീ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ. നവ്യെ, എന്നെ അവന്തിക വിളിച്ചതല്ലേ, ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. നീ തൽക്കാലം കുഞ്ഞിനൊന്നും ഉറക്ക്. അതൊന്നും പറ്റത്തില്ല. ദേ, ഈ കുഞ്ഞിന്റെ അച്ഛൻ നീയും അമ്മ ഞാനും. നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞിൽ ഈക്വൽ ആയിട്ടുള്ള അധികാരമുണ്ട്. അതുകൊണ്ടേ എനിക്ക് മാത്രം ഈ പണിയൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. കുഞ്ഞിനെ ഉറക്കാൻ നോക്ക്. അതെ, എനിക്ക് എൻ്റെ ഏട്ടനോടൊന്ന് സംസാരിക്കണം. അതിന് നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഏട്ടാ, ഏട്ടനൊന്ന് വന്നേ. അത് പിന്നെ അവന്തികയെ. എന്താ ഏട്ടാ, നിങ്ങൾക്ക് ഇവരെ പേടിയാണോ? ഏട്ടാ, ഏട്ടൻ്റെ അനിയത്തിയെ വിളിക്കുന്നത്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നവ്യ, ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. നീ ഒന്ന് കുഞ്ഞിനെ നോക്ക്. അവക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് ഞാനിപ്പോൾ വരാം. ഓ ആയിക്കോട്ടെ. എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ടാ ഇവിടെ നിന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത്. എന്നിട്ട് നീയോ എന്നെ കൈയൊഴിയല്ലേ? ഓ എൻ്റെ നവ്യ, അതുകൊണ്ടല്ല. അവക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അതൊന്ന് കേട്ടിട്ട് ഞാൻ ഇപ്പോൾ വരാം. ഏട്ടൻ ഇങ്ങ് വന്നേ. ഇതും പറഞ്ഞുകൊണ്ട് അബിയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോവാണ് കേട്ടോ. എന്നാൽ നവ്യ അപ്പോൾ ഒന്നും പറയുന്നില്ല. ഏട്ടനും അനിയത്തിക്കും കുറച്ച് നാളായിട്ട് ഇതുപോലുള്ള ഒളിഞ്ഞ സംസാരം കൂടുതലാ. എന്താ ഇവർക്ക് ഇതിനു മാത്രം സംസാരിക്കാനുള്ളത്? അയർലാൻഡിൽ നിന്ന് വന്നേ പിന്നെ അബിയായിട്ട് ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഏറി വന്ന ഒരു 1.5 മാസമായി കാണും ഇവൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിലെന്തോ ചതിയുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് വലിയെന്തോ ഗൂഢാലോചനയാ. അണുബോംബ പൊട്ടിത്തെറിച്ച എല്ലാവരും എഫക്റ്റ് ചെയ്യും. പെട്ടെന്നാണ് നവ്യയുടെ ഫോണിലോട്ട് കനക വിളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നവ്യ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ. നവ്യമോളെ, കുഞ്ഞിനെങ്ങനെയുണ്ട്? ഓ, കുഞ്ഞിന്റെ കാര്യം അറിയാൻ വിളിച്ചതാണോ? ഞാൻ കരുതി ഒരു മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ, അവളുടെ വിവരം വല്ലതും അറിയാൻ വിളിച്ചതായിരിക്കുമെന്ന്. മോളെ, അത് പിന്നെ നിന്റെ വിശേഷം ചോദിച്ചാ നീ ഞങ്ങളെ കടിച്ചു കീറി തിന്നാൻ വരത്തില്ലേ? അതുകൊണ്ടല്ലേ ചോദിക്കാത്തത്. അല്ലേനും ഇങ്ങനൊരു അച്ഛനും അമ്മയും നിനക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സത്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ അതൊന്നും വിശ്വസിക്കാനും തയ്യാറല്ല. ദേ അമ്മേ, ആ കാര്യത്തെക്കുറിച്ച് അമ്മ ഇനി സംസാരിക്കണ്ട. എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല. എൻ്റെ അബിയെ മോശക്കാരനായി ചിത്രീകരിച്ച് നിങ്ങൾ ഇനി എന്നോട് സംസാരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അമ്മയ്ക്ക് മനസ്സിലായല്ലോ? ഓ, ഞാനായിട്ട് നിന്റെ പരിശുദ്ധനായ അബിയെക്കുറിച്ച് ഇനി മോശമൊന്നും പറയുന്നില്ല. ദേ, നിനക്ക് അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെ ഉള്ളതല്ലേ. നീ തന്നെ മനസ്സിലാക്ക് നിന്റെ ഭർത്താവ് എത്രക്കാരനാണെന്ന്. എന്നാലും ഞാൻ തന്നെയാണ് നിന്നെ വളർത്തി വഷളാക്കി ഇതുവരെ എത്തിച്ചത്. നീ നയനയെ പോലെയൊക്കെ കണ്ട് പഠിക്കുമായിരുന്നെങ്കിലേ നീ എന്നേ നന്നായനെ. അതിനെങ്ങനെയാ? ഞാൻ പറഞ്ഞ അഹങ്കാര അഹംഭാവം ഒക്കെ നിന്റെ മനസ്സിൽ വെച്ച് വളർന്നതുകൊണ്ട് നീ അവസാനം ഭാവിയിലേക്ക് ഇങ്ങനെയൊരു സ്ത്രീയായിട്ട് മാറി. ദേ അമ്മേ, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാണോ? ഓ, ഞാൻ നിന്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതൊന്നും അല്ല. ഞാൻ കുഞ്ഞിൻ്റെ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. കുഞ്ഞിന് പനിയാണെന്നോ മറ്റോ പറഞ്ഞു, അതറിയാൻ വേണ്ടി വിളിച്ചതാ. ഓ, കുഞ്ഞിന് പനിയാണെന്ന് ആരാണാവോ പറഞ്ഞത്? അത് ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? ആ സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട്. കനകെ, നവ്യമോളാണോ? അതെ ഗോവിന്ദേട്ടാ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഞ്ഞിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ തോന്നുന്നു. അവള് കുഞ്ഞിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. എൻ്റെ കയ്യിലൊന്ന് തന്നേ. ദാ. ഹലോ മോളെ. ഓ, അച്ഛനിനി എന്താ പറയാനുള്ളത്? എന്നെ കുറ്റപ്പെടുത്താൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എന്താ അച്ഛാ പറയേണ്ടത്? നിങ്ങളെല്ലാവരും കൂടി എന്നെ അബിയെ കുറ്റപ്പെടുത്തുമല്ലേ? അബിയെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു നിമിഷമെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒരിക്കലും അബിയെക്കുറിച്ച് നല്ലത് പറയില്ല. എങ്ങനെ അവനെക്കുറിച്ച് നല്ലത് പറയും? കാരണം അവനെ പോലെ ഒരു പിശാചും നാശം പിടിച്ചവനും ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഡാച്ചാ, അച്ഛ ഫോൺ വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
എൻ്റെ അച്ഛനും അമ്മയോട് പോലും എനിക്ക് എൻ്റെ ഉള്ളിലുള്ളത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. എന്തായാലും അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രം എല്ലാവരും എൻ്റെ ഉള്ളിലുള്ള സത്യം അറിഞ്ഞാൽ മതി. കുറേ കാലം എല്ലാവരും ഉള്ളിലൊതുക്കി നടന്നില്ലേ, അതിനുള്ള ശിക്ഷയായിട്ട് എല്ലാവരും കണ്ടാൽ മതി. ഇതും പറഞ്ഞ് നവ്യ നേരെ അഭിയെ തിരക്കി പുറത്തോട്ടിറങ്ങാനിട്ടോ കുറേ സ്ഥലത്തൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എവിടെയും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോഴാണ് റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് രണ്ടുപേരും രഹസ്യം പറയുന്നത് കാണുന്നത്. അതായത് അവന്തികയുടെ മുറിയിൽ. ഇവർക്കിവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവരെന്തിനാ ഈ മുറിക്കാത്തിരുന്ന് സംസാരിക്കുന്നത്? അതും എന്തോ രഹസ്യം സംസാരിക്കുന്ന പോലെയുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ കരുതിയ പോലെ തന്നെ എന്തോ ഒരു ബോംബിടാനുള്ള പ്ലാനിങ്ങാ. എന്തായാലും ഞാനത് പൊളിച്ചെടുക്കും. ഇവരുടെ ഇടയിൽ എന്തോ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതെന്തായാലും അറിഞ്ഞേ പറ്റൂ. അതറിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാനിട്ടോ, അതായത് ആ മുറിയുടെ അടുത്തോട്ട്. പക്ഷെ ഇവർ പറയുന്നതൊന്നും കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അങ്ങനെ നവ്യ എന്താക്കാണ്, നവ്യയുടെ ഫോൺ എടുത്ത് അതിൽ റെക്കോർഡ് ഓൺ ചെയ്യാണ്. നൈസായിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് എൻ്റെ ഫോണ് നിങ്ങൾ കാണാത്ത രീതിയിൽ മറച്ചു വെച്ചിട്ട് പോവും. പിന്നീട് ഈ ഫോൺ ഇവിടെ വന്ന് എടുത്താൽ മതിയല്ലോ. നിങ്ങൾ പറയുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിയും. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ ആ ഫോണായിട്ട് അകത്തോട്ട് കയറിച്ചില്ലാണ്. അബി, ഇതുവരെ നിങ്ങളുടെ സംസാരം കഴിഞ്ഞില്ലേ? ഓ, പിശാജ് ഇങ്ങോട്ട് കെട്ടി എന്നെളിച്ചിരിക്കുന്നു. എന്താ വന്തികേ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അതെ, ഏട്ടനും അനിയത്തിക്കും ഒരുപാട് സംസാരിക്കാനുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ കയറി വന്ന് ഞങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ നോക്കുന്നതേ അതത്ര നല്ല കാര്യമൊന്നുമല്ല. ഓ, സംസാരം കഴിഞ്ഞില്ലെന്ന് ചോദിച്ചതാ. ഹോ, അതിത്ര വലിയ തെറ്റായിപ്പോയോ? ആ സമയം കൊണ്ട് നവ്യ ഫോൺ ഒരു സൈഡിൽ ഒരു ബുക്കിന്റെ മറവിലോട്ട് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഓ, നിങ്ങളെ ഏട്ടനും അനിയത്തിയും സംസാരിക്കാതിരിക്കേ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ദേ അബി, കുഞ്ഞുറങ്ങിയിട്ടില്ല. കുഞ്ഞിനെ ഞാൻ തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്. കുഞ്ഞ് കരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ പോയിട്ട് ഉറക്കാൻ നോക്ക്. എനിക്ക് താഴെ കുറച്ച് ജോലിയുണ്ട്. നിന്റെ അമ്മ ചെയ്തോരൊന്നുമില്ല ജോലി, ഞാൻ തന്നെ ചെയ്യണം. ഇപ്പം എനിക്കാരും സപ്പോർട്ടില്ലല്ലോ ആരോടെങ്കിലും ഒന്ന് ചെന്ന് പറയാൻ. ഇതൊക്കെ എൻ്റെ വിധിയായിപ്പോയി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ അവിടെ നിന്ന് ഒടിഞ്ഞോണ്ട് പോവാണ് കേട്ടോ. ഹോ, എൻ്റെ അഭിയേട്ടാ, എങ്ങനെ സഹിക്കുന്നു ഇതിനെ? അതൊന്നും പറയണ്ട. അവളെ ഇന്നല്ലെങ്കിൽ നാളെ ഒഴിവാക്കാൻ നിൽക്കുമല്ലേ ഞാൻ. അത് മിക്കവാറും കുറച്ചുകൂടി നേരത്തെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ അഭിയേട്ടാ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കുന്നത്? ഇവളെ എങ്ങനെയെങ്കിലും തട്ടാന്ന് കരുതാം. പക്ഷേ കുഞ്ഞിനെന്ത് ചെയ്യാൻ? അവനെനിക്ക് എൻ്റെ തലയിലെടുത്തോണ്ട് വെച്ച് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അവൻ കൊച്ചുകുട്ടിയാ. അവന് ജീവിക്കണമെങ്കിലേ അവൻ്റെ അമ്മ തന്നെ വേണം. അവൾ കൊണ്ടുപോക്കോളൂ അവനെ. എന്നാലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. ഇനിയിപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇവിടെ നിറങ്ങിയാലും നമ്മുടെ അച്ഛൻ നമ്മളെ പൊന്നുപോലെ നോക്കുമല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ വലിയ ഭയമൊന്നുമില്ല. എന്നാലും ഏട്ടാ, ആ ഭയം ഇല്ലാതിരിക്കൊന്നും വേണ്ട. ദേ, നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എല്ലാം ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. നീ അതിനല്ലേ അനിയെ കിട്ടാൻ പോകുന്നത്. അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത്. എന്നെ അച്ഛൻ വിളിച്ചിരുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് ഈവനിങ്ങിനാ കാണണമെന്ന് പറഞ്ഞത്. ഏട്ടൻ വരുന്നുണ്ടോ? അയ്യോ, ഞാൻ ഇന്നലെ അച്ഛനെ കണ്ടിരുന്നു. അപ്പോഴൊന്നും അച്ഛൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് തീരുമാനിച്ചതാ. ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എനിക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വല്ല പെമ്പിളേരെയും കാണാൻ പോവുമായിരിക്കും. അങ്ങനെ കൂട്ടിക്കോ. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തണം. ഇവളെ ചവിട്ടി ഇവിടുന്ന് പുറത്താക്കിയിട്ട് അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഞാൻ. ഇവളെ തന്നെ കണ്ടെത്തിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആദർശേട്ടന് കിട്ടുന്നതിന് മുമ്പ് ഇവളെ വലയിലാക്കണം. അത് മാത്രമായിരുന്നു ഉദ്ദേശം. അവസാനം ഇവള് പണക്കാരിയല്ലെന്ന് അറിഞ്ഞപ്പോൾ ഏട്ടൻ കൈ ഒഴിയുകയും ചെയ്തു. എടി, ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ലീന. അവൾ എന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ചതാ. എൻ്റെ അതേ വേവ് ലെങ്താ. പിന്നൊരു കാര്യമുണ്ട്, കോടീശ്വരിയാണ് അവള്. കോടീശ്വരി എന്ന് പറഞ്ഞാലേ നല്ല ഉഗ്രൻ കോടീശ്വരി. എനിക്ക് അവളെ ഒന്ന് മീറ്റ് ചെയ്യണം. ഇന്ന് നൈറ്റ് അവളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. മിക്കവാറും എൻ്റെ കാര്യമൊന്ന് പറഞ്ഞു നോക്കണം. അവൾ ഡിവോഴ്സ്ഡ് ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം സെറ്റായാലോ. നീ ഒരു കാര്യം ചെയ്യേ, നൈറ്റ് പോകുന്ന വഴിക്ക് ഞാൻ നിന്നെ അച്ഛൻ്റെ ഹോട്ടലിൽ ഇറക്കാം. നീ എന്നെ എനിക്കൊരല്പം തിരക്കുണ്ടെന്ന് അച്ഛനോട് പറഞ്ഞാൽ മതി. ശരി ശരി. എന്നാലേ അധികം നേരം സംസാരിച്ചിക്കാനുള്ള നേരമില്ല. ആ ചെറുക്കനിപ്പം കരഞ്ഞു മെഴുകും. ഞാനേ പോയിട്ട് അവനെ ഒന്ന് ഉറക്കട്ടെ. ഏട്ടൻ്റെ ഒരു വിധി. അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ്. അവന്തിക മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതൊക്കെ നവ്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ആ തക്കം മനസ്സിലാക്കിയിട്ട് നവ്യ പതുക്കെ ആ മുറിക്കകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ഫോൺ വെച്ച സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി എന്തായാലും നിങ്ങൾ പറഞ്ഞത് ഇതിലെല്ലാം റെക്കോർഡായി കാണും. ഞാൻ എല്ലാം ഒന്ന് വിശദമായിട്ട് ഇരുന്ന് കേൾക്കട്ടെ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യാണെങ്കിൽ ആ ഫോണുമായിട്ട് ഒരു ഭാഗത്തോട്ട് മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അതായത് അവന്തികയ്ക്കും അഭിക്കും അച്ഛനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം, അതായത് നാഗേന്ദ്രനുമായി ബന്ധമുള്ള കാര്യം. ഓഹോ, അപ്പം എല്ലാവരുടെ മുന്നിൽ നാടകം കളിക്കുമായിരുന്നു ഈ അവന്തികയൊക്കെ. അവന്തിക മാത്രമല്ല, അഭിയും അച്ഛനെ അറിയില്ലെന്ന് പറഞ്ഞ് നല്ല പച്ച നാടകം കളിക്കുമായിരുന്നു. ശരിയാക്കി തരാം.
ഇന്നത്തോട് കൂടിയിട്ട് അവന്തികയുടെ ഈ നാടകം ഞാൻ പൊളിച്ചടുക്കും. സ്വത്തിന് വേണ്ടി അനിയെ കെട്ടാൻ ശ്രമിക്കുകയല്ലേ, അത് ഞാൻ സമ്മതിക്കില്ല. അനി എൻ്റെ അനിയത്തിക്കുള്ളതാ. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോവും. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തിക ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുന്നതാണ്. അതേസമയം തന്നെ അഭിയും ഡ്രസ്സ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുന്നത് കേട്ടോ. ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്ത് ചോദ്യം മോളെ? ഞാനേ ജ്വല്ലറിയിൽ ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവാ. കുറച്ച് നേരത്തെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്തും. അധികം ലേറ്റ് ആവത്തൊന്നുമില്ല. എന്നിട്ട് ക്ലയൻറ്റിനെ കാണാനുള്ള വിവരമൊന്നും നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഞാൻ വിട്ടുപോയി. പറയണമെന്ന് വിചാരിച്ചിരുന്നു, ഞാൻ മറന്നു പോയതാ. ഓ അങ്ങനെയാണോ? അബി, എന്തായാലും ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോവല്ലേ, അതുകൊണ്ടേ ഈ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചോ, കുറച്ച് എനർജിയൊക്കെ ഉണ്ടായിക്കോട്ടെ. നവി, നീ എൻ്റെ മനസ്സറിഞ്ഞാട്ടോ പ്രവർത്തിക്കുന്നത്. എനിക്കിപ്പോൾ ജ്യൂസ് കുടിക്കണം എന്നുണ്ടായിരുന്നു. നീ ഏതായാലും കൊണ്ടുവന്നത് നന്നായി, അതിങ്ങ് തന്നേക്ക്. ഇതും പറഞ്ഞിട്ട് അബിയാണെങ്കിൽ ആ ജ്യൂസ് മുഴുവൻ കുടിക്കാൻ കേട്ടോ. നവ്യാണെങ്കിൽ ആ ജ്യൂസിലൊരു പണി പറ്റിച്ചിട്ടുണ്ട്. അതായത് വയറിളകാനുള്ള ഒരു മരുന്ന് അതിൽ ചേർത്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഈ ജ്യൂസിനൊരു സ്പെഷ്യൽ ടേസ്റ്റ്. അതെൻ്റെ ഭാര്യ ഉണ്ടാക്കിക്കൊണ്ട് തന്നതുകൊണ്ടായിരിക്കാം. മോളെ നവ്യ, ഞാൻ ഇറങ്ങട്ടെ. ശരി. എടാ, നിനക്കുള്ള പണി ഞാൻ ജ്യൂസിൽ തന്നിട്ടുണ്ട്. നീ ആ ലീനയോട് എത്രത്തോളം സംസാരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. വയറിളകി ബാത്റൂമിൽ പോയി നീ അവിടെ മെഴുകും. നിനക്കുള്ള പണി ഞാൻ വഴിയെ വെച്ചിട്ടുണ്ടടാ. ഇത് ചെറിയ പണി, ഇതിലും വലിയ പണി വഴിയെ ഞാൻ തരാം. അങ്ങനെ അഭിയാണെങ്കിൽ യാത്രയും പറഞ്ഞ് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് അവന്തികയും റെഡിയായിട്ട് പുറത്തോട്ടിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജ ഒതുക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ? അമ്മേ, എനിക്കൊരു ക്ലയൻറ്റിനെ കാണണം. പിന്നെ ഇവള് പോകുന്ന വഴിക്ക് എവിടെ ഇറങ്ങുകയാണെന്നാ പറഞ്ഞത്. എവിടെയായിരുന്നു? എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാ. അവന്തികെ, നിനക്ക് എന്നും ഇപ്പോൾ ഏതോ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടല്ലോ. ആരാ ഫ്രണ്ട്? ഓ, അമ്മയ്ക്ക് സംശയമാണ് ഞാൻ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോയെന്ന്. എൻ്റെ പൊന്നമ്മേ, ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവാ. അയർലാൻഡിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവൾ കണ്ടാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ഓ ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നുണ്ട്. ഇനി അഥവാ അങ്ങനെ അല്ലെങ്കിൽ ഈ ജലജയുടെ തനി സ്വഭാവം നിങ്ങളൊക്കെ അറിയും. ഓ അമ്മേ, അമ്മ ഞങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിക്കുക. ശരി ശരി, ചെല്ലി രണ്ടുപേരും. അങ്ങനെ നവ്യാണെങ്കിൽ അവർ പോകുന്നത് മോളിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബി കാറെടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യ ഓൾറെഡി ഡ്രസ്സൊക്കെ മാറി നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. അമ്മേ, അമ്മ എന്ന് കുഞ്ഞിനെ നോക്കുമോ? കുഞ്ഞിനെ നോക്കാനോ? അതിന് നീ എവിടെ പോവാ? അത് പിന്നെ ജ്വല്ലറിയിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്. അവിടുത്തെ മോഡലല്ലേ, അവരെ വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ പറ്റുമോ? ആ നാഗേന്ദ്രന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ പോവല്ലേ, അങ്ങനെ നീ പോണമെന്നില്ല. ദേ, കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല. ആ സമയമാണ് ദേവ്യാനെ അങ്ങോട്ട് വരുന്നത്. എന്താ ജലജ ഇത്? നിന്റെ പേരക്കുട്ടിയല്ലേ, ആ കുട്ടിയെ നിനക്ക് നോക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയാണെങ്കിലേ ഏട്ടത്തി കുഞ്ഞിനെ നോക്ക്. അവൾ പുറത്തു പോയിട്ട് വരട്ടെ. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം. നവി, നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ പോയിട്ട് വാ. കുഞ്ഞിനെ നീ വരുന്നത് വരെ ഞാനും നയനി നോക്കിക്കോളാം. ശരി. അങ്ങനെ മനസ്സോടെ നവ്യ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. കാറിലാണ് നവ്യ പോകുന്നത്, അനന്തപുരിയിലെ കാറിൽ. ചേട്ടാ, ഒന്ന് സ്പീഡിൽ വിടുമോ? ശരി മാഡം. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ വിടുന്ന സമയത്താണ് അബിയുടെ കാറ് നവ്യ കാണുന്നത്. അങ്ങനെ ആ ഡ്രൈവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നവ്യ ഒരുവിധം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ അബിയുടെ കാറ് പോകുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ ആ ഡ്രൈവർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. സംശയം ഇങ്ങനെ മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അവന്തികയെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇറക്കി വിടുന്നതാണ് കേട്ടോ അബി. മോളെ, കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നോളാം. ശരി ഏട്ടാ. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് അച്ഛനോട് നീ പ്രത്യേകം പറയണം. ശരി, ഞാൻ പറഞ്ഞോളാം. അങ്ങനെ നവ്യ ആണെങ്കിൽ അവന്തികയെ പിന്തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഹോട്ടലിനകത്തോട്ട് കയറാണ്. എന്നിട്ട് അവന്തികയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവന്തിക പോകുന്നത് ഒരു മുറിയിലോട്ടാണ്. പക്ഷേ നവ്യക്ക് ആ മുറിക്കകത്തോട്ട് കടക്കാൻ പറ്റത്തില്ല. അങ്ങനെ നവ്യ ആണെന്നുണ്ടെങ്കിൽ ആ ഹോട്ടലിന് പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രൻ അവന്തികയോട് ചോദിക്കുന്നുണ്ട്, മോളെ, എന്നാലും അബി വേറൊരു പെണ്ണിനെ കാണാൻ പോയതാണല്ലേ? അതെ അച്ഛാ, അടുത്തത് സെറ്റാക്കാൻ വേണ്ടിയിട്ടേ ഏതോ പണക്കാരി പെണ്ണാണെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ. മോളെ, നിനക്ക് ഞാൻ ഡിന്നർ റെഡിയാക്കിയിട്ടുണ്ട്, നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ശരി അച്ഛാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നവ്യ അത് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് നാഗേന്ദ്രനെ നവ്യ ശ്രദ്ധിക്കുന്നത്. ഓഹോ, അപ്പം ഇതാണ് ഇവളുടെ അച്ഛനല്ലേ? ശരിയാക്കി തരാം. അങ്ങനെ അവിടെ മുതൽ നവ്യ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാനിട്ടോ. ഇവർ സംസാരിക്കുന്നത് മുഴുവനും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവരൊരു പൂളിൻ്റെ അരികിൽ ചെന്ന് സംസാരിക്കുന്നത് മുഴുവനായിട്ടും നവ്യ വീഡിയോ എടുക്കുകയാണ്. എനിക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് മോളെ. ഇനി ഇത് വെച്ച് ഞാൻ നിനക്കൊരു പണിയിൽ പണിയും. കാരണം നീ അനന്തപുരിയിലുള്ളവരെയൊക്കെ പച്ചക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇനി നീ എങ്ങനെ വില്ലത്തിയായി മുന്നോട്ട് പോകുന്നു എനിക്കൊന്ന് അറിയണം. അതറിഞ്ഞേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്ത ഫോൺ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ നവ്യ.
പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ഓട്ടോയിൽ കയറിയിട്ട് അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് അവന്തിക അച്ഛനോട് യാത്ര പറയാണ്. അച്ഛാ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയും സമയം വൈകി കഴിഞ്ഞാലേ അമ്മ വെറുതെ സംശയിക്കും. ദേ ഇപ്പം തന്നെ അമ്മയുടെ 3 മിസ് കോളായി. ഞാൻ പെട്ടെന്ന് അവിടെ ചെല്ലട്ടെ. അമ്മയ്ക്ക് എപ്പോഴും പേടിയാ ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവുമെന്ന്. ആ പേടി നല്ലതാ. അവക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം മോളെ. അധികം നല്ല പേടിയാണെന്നൊന്നും പറയണ്ട. കാരണം അമ്മേ അച്ഛനിൽ നിന്നും ഞങ്ങൾ നന്നായിട്ട് അകറ്റാൻ നോക്കുന്നുണ്ട്. അച്ഛാ, അച്ഛനും അമ്മയ്ക്കിടയിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? മോളെ ഇപ്പം അതൊന്നും മോള് ചോദിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ സാവകാശം മോളെല്ലാ സത്യങ്ങളും അറിയും. ശരി അച്ഛാ, എന്നപ്പറ്റി ഞാൻ ഇറങ്ങട്ടെ. ഇതും പറഞ്ഞിട്ട് അവധിക്ക് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് അബിയാണ്. അബിയാണെങ്കിൽ ലീന എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ അബി. അബി, ഇത്രയും സെറ്റപ്പ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ജസ്റ്റ് ഒരു ഡിന്നറിനെ എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇതെനിക്ക് ശരിക്കും സർപ്രൈസായി. നിന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയാണല്ലോ ലീന ഞാൻ ഇതൊക്കെ റെഡിയാക്കിയത്. എന്നാലും ഇത്രയും ഐറ്റംസ്, വെറൈറ്റി ഫുഡ്സോ, ഇതൊക്കെ നമ്മൾ കഴിച്ചു തീർക്കുമോ? പിന്നെ തീർക്കാതെ. അതൊക്കെ കഴിച്ചു തീർക്കാനല്ലേ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നത്. ഇതെല്ലാം നീ കഴിക്കണം. നിനക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഫുഡ്സാണ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നൊരു കാര്യം ചെയ്യ്, അബി തന്നെ തുടങ്ങി. അത് പറ്റത്തില്ല, നീ തന്നെ കഴിക്കേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വാരിത്തരാം. ഇതും പറഞ്ഞുകൊണ്ട് അബിയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിഷ് എടുത്തിട്ട് ലീനയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണെങ്കിലോ അബിക്ക് വയറ് വേദനിക്കുന്ന പോലെ തോന്നാണ്. എന്തു പറ്റി അബി? അത് പിന്നെ ഒന്നുമില്ല, കുറച്ച് നേരമായിട്ടേ വയറിനൊരു സുഖമില്ല. അതൊന്നും പറ്റി? കഴിച്ച ആഹാരമൊന്നും പറ്റിയില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ വയറുവേദന അധികരിക്കുകയാണ് കേട്ടോ. അയ്യോ, എനിക്ക് നല്ല വയറ് വേദനിക്കുന്നു. ഒരു മിനിറ്റ്, നീ ഈ ഫുഡൊക്കെ കഴിക്കുക, ഞാൻ ഇപ്പോൾ വരാം. ഇതും പറഞ്ഞുകൊണ്ട് അഭിനേരെ ബാത്റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. ബാത്റൂമിൽ കയറുക ഇറങ്ങുക അങ്ങനെ കുറേ സമയം മുന്നോട്ട് പോവാണ്. അങ്ങനെ ലീന മനസ്സിൽ കരുതുന്നുണ്ട്, ഷോ ഈ അബി ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നാലും അബി ഇതിൻ്റെയൊക്കെ ബില്ല് കൊടുക്കാതെ മുങ്ങിക്കാണോ? അബി അങ്ങനെ ഒരുത്തനൊന്നും അല്ല. പിന്നെ അബി എവിടെ പോയി? ഇതും പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്താണ് കേട്ടോ അബി ബാത്റൂമിൽ പോയി ഇങ്ങനെ കളിക്കുന്നത് കാണുന്നത്. അബി, എന്തു പറ്റി? വയറിനൊട്ടും സുഖമില്ലേ? അത് പിന്നെ എന്താണെന്ന് അറിയില്ല, കഴിച്ചത് പറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും ലീന ഒരു കാര്യം ചെയ്യ്, നമുക്ക് വേറൊരു ദിവസം കൂടാം. ഇനി ഇങ്ങനെയുള്ള കൂടലുകളൊന്നും വേണ്ട. ആദ്യം അബിയുടെ വയറൊന്ന് ശരിയാവ്, എന്നിട്ട് വിളിച്ച് പറ. ഇതും പറഞ്ഞുകൊണ്ട് ലീനയാണെങ്കിൽ അവിടെ നിന്ന് കളിയാക്കി പോവാണ് കേട്ടോ. എന്നാലും എൻ്റെ വയറിന് പെട്ടെന്ന് എന്ത് പറ്റി? ഞാൻ അവസാനം എന്താ കഴിച്ചത്? ഇതും പറഞ്ഞ് ഓർക്കുന്ന സമയത്താണ് കേട്ടോ നവ്യ ജ്യൂസ് കൊടുക്കുന്നത് ഓർത്തത്. ആ നശിച്ചവളല്ലേ എനിക്ക് അവസാനം ജ്യൂസ് കൊണ്ട് തന്നത്. അവൾ ഇനി അതിലെന്തെങ്കിലും കലർത്തി കാണോ? പറയാൻ പറ്റത്തില്ല. അവൾക്ക് എന്തെങ്കിലും സംശയം കാണും. എന്നാൽ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. അയ്യോ, ഇതും പറഞ്ഞ് വീണ്ടും അബി ബാത്റൂമിനകത്തോട്ട് കയറുകയാണ്. ആ സമയം കൊണ്ട് നവ്യയാണെങ്കിൽ അനന്തപുരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അനന്തപുരിയിൽ എത്തിയ പാടത്തന്നെ നവ്യയാണെങ്കിൽ ആ ഫോട്ടോയും വീഡിയോ ഒക്കെ നോക്കുന്നുണ്ട്. എടി, ഇന്നത്തോട് കൂടിയിട്ട് നിൻ്റെ എല്ലാ സകല കള്ളത്തരങ്ങളും ഞാൻ പൊളിച്ചടുക്കും. ഈ വീഡിയോ ഞാൻ എത്തിക്കേണ്ടവരിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നമിതയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമിത ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ നവ്യേ. നമിതേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്തു പറ്റി? അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ നമിതയോട് നവ്യ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട നമിത പറയുന്നുണ്ട്, ഓഹോ, അപ്പം അവൾ പഠിച്ച കളിയാണല്ലേ. അനന്തപുരിക്കാരുടെ മുന്നിൽ അവൾ വലിയ പരിശുദ്ധ, എന്നിട്ട് മറുഭാഗത്ത് അച്ഛനുമായിട്ടുള്ള കൂട്ടാണല്ലേ. അതെ, അവക്കൊരു 8ന്റെ പണി കൊടുക്കണം. എന്താ നമിത ചെയ്യാ? എന്ത് ചെയ്യാൻ? നീ പറഞ്ഞു തന്നെയാണ് നല്ല ഐഡിയ. ഇത് നേരെ മുത്തശ്ശൻ്റെയും ആദർശേട്ടൻ്റെയും ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്ക്, അവർ കാണട്ടെ. പിന്നെ നീ ഡയറക്റ്റ് നിൻ്റെ നമ്പറിൽ നിന്ന് അയച്ചു കൊടുക്കണ്ട. അൺനോൺ നമ്പറില്ലേ, അതിൽ നിന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പം അത് തന്നെയാണല്ലേ നല്ല മാർഗം. അതെ, ഇനി നീ ഒന്നും നോക്കണ്ട, പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തോ. ശരി നമിതേ. ഇതും പറഞ്ഞ് ഫോൺ കട്ടാക്കിയതിന് ശേഷം നവ്യാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് നേരെ ആദർശനും മുത്തശ്ശനും ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ വീഡിയോ മുത്തശ്ശനും കാണും ആദർശേട്ടനും കാണും. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിടി. അങ്ങനെ അവന്തികയാണെന്നുണ്ടെങ്കിൽ വീട്ടിനകത്തോട്ട് കയറി വരാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ ജലജ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. നീ ഇത്ര നേരം എവിടെയായിരുന്നു? അത് പിന്നെ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ രാത്രി വരെ. ഈ രാത്രി കൂടുന്ന ഫ്രണ്ട്സൊന്നും അത്ര നല്ലതല്ല കേട്ടോ അവന്തികെ. അമ്മയ്ക്ക് എപ്പോഴും എന്നെ സംശയ ഞാൻ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോന്ന്. ഞാൻ അച്ഛനെ ഒന്നും കാണാൻ പോകുന്നില്ല. അമ്മ വെറുതെ എന്നെ സംശയിക്കേണ്ട. ഇല്ലടി, നിങ്ങളെയൊന്നും ഞാൻ സംശയിക്കുന്നില്ല. സംശയിക്കുന്ന പോലെ വലുതും നടന്ന ജലജ പിന്നെ എങ്ങനെ പ്രതികരിക്കുന്ന പറയാൻ പറ്റത്തില്ല. ഇപ്പം തോന്നുവാ അച്ഛനും അമ്മയ്ക്കിടയിൽ എന്തോ കാര്യമായ പ്രശ്നം നടന്നിട്ടുണ്ട്. അമ്മയായിരിക്കും അതിൻ്റെ വില്ലത്തീന്ന്.
കാരണം അമ്മയുടെ സംസാരം കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഓ, ഇപ്പം നിനക്ക് അങ്ങനെയൊക്കെ തോന്നൂടി. നിന്നെയൊക്കെ ഇതുവരെ നോക്കി വളർത്തിയതിൻ്റെ കണക്കൊന്നും നിനക്കുണ്ടാവില്ല. എപ്പോഴോ കണ്ട നിന്റെ തന്തയായിരിക്കും നിനക്കൊക്കെ വേണ്ടി വരിക. അയാളിപ്പോൾ വലിയ നാഗനായല്ലോ, വലിയ കോടീശ്വരൻ. അതുകൊണ്ട് നിന്റെയൊക്കെ കണ്ണ അയാളിലേക്കാണെങ്കിൽ അതൊക്കെ മറന്നേക്ക്. അതാണ് ഈ ജലജ പറയുന്നത്. ഓ ശരി, മനസ്സിലായി. ഇതും പറഞ്ഞുകൊണ്ട് അവധിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ച് മുകളിലോട്ട് കയറി പോവാണ്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുന്നതാണ്. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന കണ്ടിട്ട് മുത്തശ്ശൻ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് അൺനോൺ നമ്പറിൽ നിന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ആ വീഡിയോ മുത്തശ്ശൻ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്താണ് നാഗേന്ദ്രനോട് അവധിക്ക് സംസാരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ ദേഷ്യം വരാണ് മുത്തശ്ശന്. മുത്തശ്ശൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ, എന്തു പറ്റി? എന്താ ഇദ്ദേഹത്തിന് പറ്റിയത്? നോക്ക് വസുന്ധരെ, അവന്തിക നമ്മളെയൊക്കെ ചതിക്കുമായിരുന്നു. ഈ മെസ്സേജും വീഡിയോയും നോക്ക്. ഇവളറിയാതെ ആരും എടുത്ത് ഫോണിൽ പകർത്തി എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണിത്. അയ്യോ, അവന്തിക അപ്പം നമ്മളെ ചതിക്കുമായിരുന്നോ? അതെ, അവളപ്പം നമ്മളെ ചതിക്കുമായിരുന്നു. അവക്ക് നാഗേന്ദ്രനുമായിട്ട് ബന്ധമുണ്ട്, ആ സ്ത്രീ ലമ്പടനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇത് പൊറുക്കാൻ പറ്റിയ തെറ്റല്ല, ഞാൻ ഒരിക്കലും പൊറുക്കത്തൂല. എവിടെ അവന്തിക? ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ ഹാളിലോട്ട് പോവാണ് കേട്ടോ. ജലജേ, ജലജേ! പെട്ടെന്നാണ് ആദർശം ഈ വീഡിയോ കാണുന്നത്. കണ്ട പാടത്തന്നെ അന്തം വിടുന്നിട്ട് ആദർശ്. നയനെ, നീ ഈ വീഡിയോ ഒന്ന് നോക്കി. ഈ വീഡിയോയിൽ ആരാ ഉള്ളതെന്ന്. അയ്യോ, അപ്പോൾ ഇവക്ക് ഇയാളുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമുണ്ടെന്ന് വേണം ഇതിലൂടെ നമ്മളെ മനസ്സിലാക്കാൻ. അപ്പോൾ അബിക്കും ബന്ധം ഇല്ലാതിരിക്കില്ല. അയാൾ എങ്ങനെയെങ്കിലും മക്കളെ വരുതിയിലാക്കാനായിരിക്കും ശ്രമിക്കുന്നത്. ആ സമയത്താണ് മുത്തശ്ശൻ്റെ ശബ്ദം കേൾക്കുന്നത്. നൈനെ, മുത്തശ്ശൻ്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതെ, അപ്പച്ചിയാണല്ലേ വിളിക്കുന്നത്. നീ വാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല. ഇതും പറഞ്ഞ് ആദർശ് നയനെയും കൂട്ടി താഴോട്ട് പോവാണ്. ആ സമയത്ത് മുത്തശ്ശൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. ജലജ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയച്ചാ? എന്തു പറ്റിയെന്നോ? അല്ല, അച്ഛനല്ലേ ഇപ്പം എന്നെ വിളിച്ചത്. എന്താ കാര്യം എന്നാ ചോദിച്ചത്. ദാ, ഇത് തന്നെ കാര്യം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ആ സമയത്ത് നാഗേന്ദ്രനോട് സംസാരിക്കുന്ന അവന്തികയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് അവന്തികയല്ലേ? അവന്തിക ഇയാളോട് എങ്ങനെ സംസാരിക്കുന്നു? അതാണ് ഞാൻ ചോദിച്ചത്. നിനക്കിപ്പം നാഗേന്ദ്രനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അച്ഛാ, ദൈവത്തെയാണ് സത്യം, എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെ ഇയാളുമായിട്ട് നിന്റെ മോക്ക് ബന്ധമുണ്ടായത്? നിന്റെ മക്കൾക്ക് അയാളെക്കുറിച്ച് ഒരറിവില്ലായിരുന്നു. അയ്യോ, അത് പിന്നെ എനിക്ക് അറിയില്ല അച്ഛാ. അവളോട് ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിനക്കൊന്നും അറിയില്ല? എനിക്കൊന്നും അറിയില്ല അച്ഛാ. അവളിങ്ങോട്ട് വരട്ടെ. അവന്തികേ, അവന്തികേ, ഇങ്ങോട്ട് ഇറങ്ങി വാടി. അങ്ങനെ ചെവിയിലെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് വരുന്ന അവന്തിക പറയുന്നുണ്ട്, ഓ എന്താ അമ്മേ, കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. അമ്മയ്ക്ക് എന്താ പ്രശ്നം? ഇങ്ങോട്ട് വാടി. എന്താ അമ്മേ? ഇതെന്താടി ഈ വീഡിയോയിൽ കാണുന്നത്? നീയല്ലേ? ഇത് നിന്നെയൊക്കെ ഉപേക്ഷിച്ച് പോയാ നിന്റെ അച്ഛനെന്ന് പറയുന്ന ആളല്ലേ? അത് കണ്ടപ്പോൾ തന്നെ അവന്തിക ആകെ ശരിക്കും ഞെട്ടുന്നു കേട്ടോ. അയ്യോ, ഈ വീഡിയോ ഇത് എവിടുന്ന് ആരെടുത്തു? അമ്മ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? പറയടി, സത്യം പറ. അപ്പം നീ ഇന്ന് കാണാൻ പോയത് ഇയാളെയാണല്ലേ? അപ്പം നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുമായിരുന്നു. നിങ്ങളൊക്കെ വളർത്തി വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ഇയാളോടാണ് കൂറല്ലേ? കുറച്ച് കാശ് ഇയാളെ കയ്യിൽ വന്നപ്പോൾ നിങ്ങളൊക്കെ അയാളുടെ പക്ഷത്തായി. അമ്മേ, അത് പിന്നെ അച്ഛനെന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ. അച്ഛനോ? ഏതച്ഛൻ? എടി, ഇത്രയും കാലം ഇല്ലാത്ത അച്ഛനാണോ നിനക്കിപ്പോൾ? അത് പിന്നെ അമ്മേ. മിണ്ടി പോവരുത്, ഉത്തരം പറയ്. ദേ, നിന്റെ മുത്തശ്ശനാ ചോദിക്കുന്നത്. അയാളുമായിട്ട് നിനക്കൊക്കെ എന്താ ബന്ധമെന്ന്. എടി, ഇനി നിനക്ക് മാത്രമുള്ളോ അതോ അബിക്കുണ്ടോ? ഏയ്, അബിയേട്ടനില്ല. എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോയതാ. അയാൾ പറയാനുള്ളതൊന്നും ഞാൻ കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ വിശ്വസിക്കണമായിരിക്കും. അങ്ങനെ നിന്നെ ഒന്നും ഞാൻ വിശ്വസിക്കില്ലടി. ഇത് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ നേരെ അവധികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അവധികേ, എന്താ ഇത്? നീ എന്തിനാ ഈ സ്ത്രീ ലമ്പടനോട് സംസാരിക്കുന്നത്? സ്ത്രീ ലമ്പടനോ? അതെ, നിന്റെ അച്ഛൻ ഒരു പെണ്ണുപിടി. എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. അയാൾ എന്നെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അച്ഛനാണെന്ന് പറഞ്ഞ് സംസാരിച്ചു. പക്ഷെ ഞാൻ അയാൾ അത്ര മുഖവിലക്ക് എടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയോ? ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ആകെ പട പേടിയാവാണ്. എന്താടി പറയേ, സത്യം പറയാൻ. അത് പിന്നെ മുത്തശ്ശ, നീ അവൻ്റെ കൂടെ കൂടി ഞങ്ങളെ പറ്റിക്കുവാണല്ലേ? അത് ശരി. അപ്പം മൂർത്തി ജ്വല്ലറി ഇടിച്ചു താഴ്ത്താൻ നിനക്കും ഒരു പങ്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നീ ഏൻ ജ്വല്ലറിയുടെ ആളാണല്ലേ? അയ്യോ മുത്തശ്ശ, അങ്ങനെയൊന്നും അല്ല മുത്തശ്ശ. ഇറങ്ങടി ഇവിടുന്ന്. മുത്തശ്ശ, അത് ഇറങ്ങാൻ. മുത്തശ്ശ, ഞാൻ മുത്തശ്ശൻ്റെ കാല് പിടിക്കാം. ആ സമയം തന്നെ മുത്തശ്ശൻ കാരണത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ എന്ത് വിചാരിച്ചടി ഞങ്ങളെയൊക്കെ പറ്റിക്കാന്ന്? അപ്പം ആദർശ് പറയുന്നുണ്ട്, എൻ്റെ ഫോണിലോട്ട് ആ വീഡിയോ വന്നു. എന്നാലും അവന്തികേ, നീ ഇങ്ങനൊരു ചതി ഞങ്ങളോട് ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ ഇപ്പം മനസ്സിലായിടി, നീ അനിയെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാന്ന്. ഇവൻ പറഞ്ഞെന്ന കുബുദ്ധിയായിരിക്കും അനിയെ സ്നേഹിച്ച് വശത്താക്കിയിട്ട് മൂർത്തി ജ്വല്ലറി നിങ്ങൾക്കങ്ങ് എഴുതിയെടുക്കാന്ന്. അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
അത് നടപ്പിലാക്കാൻ വേണ്ടി നിന്നെ അവൻ കരുവാക്കി അല്ലേ? അങ്ങനെ മൂർത്തി ജ്വല്ലറി അവൻ്റെ കൈകളിലെത്താൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കില്ലെന്നാ പറഞ്ഞത്. ഈ നിമിഷം അവന്തിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അവനുമായിട്ട് ബന്ധമുള്ളവരൊന്നും പിന്നെ ഇവിടെ നിൽക്കണ്ട. അപ്പം ജലജ പറയുന്നുണ്ട്, അച്ഛാ അവളോടൊന്നും ക്ഷമിക്കച്ചാ, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. മിണ്ടരുത്. അവളുടെ കൂടെ നിനക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങണോ? ഏയ് വേണ്ട. എന്നാ പിന്നെ മിണ്ടാതെ അവിടെ ഒരു ഭാഗത്ത് നിൽക്ക്. ഇല്ലെങ്കിൽ അവളുടെ കൂടെ ഇറങ്ങേണ്ടി വരും. നീയേ പോയി നിന്റെ അച്ഛനടുത്തോട്ട് ചെല്ല്. എന്നിട്ട് പറ, ഹനിയെ ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. ഈ സാമ്രാജ്യം ഒറ്റയ്ക്ക് അങ്ങനെ പിടിച്ചടക്കാന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന്. ഇതും പറഞ്ഞ് അവന്തികയെ അവിടെ നിന്ന് അടിച്ചിറക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നവ്യ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് വയറിളകിക്കൊണ്ട് അബി അങ്ങോട്ട് കയറി വരുന്നത്. അവന്തികെ, നീ ഇതുവരെ വീട്ടിലെത്തിയില്ലായിരുന്നോ? ഏട്ടാ, അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞതോ? അതെങ്ങനെ? ഒരു വീഡിയോ എടുത്ത് എല്ലാവരുടെ ഫോണിലേക്കും അയച്ചു കൊടുത്തു. അയ്യോ, അപ്പം എനിക്കും അകത്തോട്ട് കയറാൻ പറ്റില്ലേ? ഏട്ടന് പ്രശ്നമൊന്നുമില്ല. ഞാൻ സംസാരിച്ച വീഡിയോ മാത്രമേ ലീക്കായിട്ടുള്ളൂ. ഏട്ടൻ അങ്ങോട്ട് ചെല്ല്. ആരെങ്കിലും അവിടെ ഇല്ലാഞ്ഞാൽ ശരിയാവത്തില്ല. ശരി. അല്ല നീ എങ്ങോട്ടാ? ഞാനെന്നെ അച്ഛൻ്റെ അടുത്തോട്ട്. എനിക്ക് മറ്റ് നിവർത്തിയൊന്നുമില്ലല്ലോ. ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെയുള്ളവർ അടിച്ച് പുറത്താക്കിയില്ലേ? ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിവെഞ്ചിന് തയ്യാറാവുന്നതെന്ന്. എന്തായാലും ഇവർക്കുള്ളത് ഞാൻ കൊടുക്കും. അനിയെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. ഇതും പറഞ്ഞുകൊണ്ട് അവന്തിക ഡയലോഗ് അടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. അബിയാണെങ്കിൽ പതുക്കെ അകത്തോട്ട് കയറാൻ നോക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഡാ നിൽക്കടാ അവിടെ. നിനക്കും അയാളുമായി ബന്ധമുണ്ടോ? ആ നാഗേന്ദ്രനുമായി? അപ്പം നവ്യ പറയുന്നുണ്ട്, ഒരു നാഗേന്ദ്രനുമായിട്ട് അബിക്ക് ബന്ധമില്ല. വെറുതെ അബി അതിലേക്ക് വലിച്ചേക്കേണ്ട. അതെ, എനിക്കയാളുമായി ബന്ധമൊന്നുമില്ല മുത്തശ്ശ. അങ്ങനെയാണെങ്കിൽ നിനക്ക് നന്ന്. ഇനി അഥവാ ഉണ്ടെന്ന് വല്ലതും അറിഞ്ഞ ഇവളെ പുറത്താക്കിയ പോലെ ആയിരിക്കില്ല നിന്നെ പുറത്താക്കാം. ചവിട്ടി അരയ്ക്കും ഞാൻ. ഇഞ്ചിഞ്ചായി വെട്ടി കൊല്ലിടം നിന്നെ ഞാൻ. ഇതൊക്കെ കേട്ട് പേടിച്ചോണ്ടാണ് കേട്ടോ അകത്തോട്ട് കയറി പോകുന്നത്. ജലജയാണെന്നുണ്ടെങ്കിൽ ആകെ പേടിച്ച് നിൽക്കാണ്. അവന്തിക എവിടേക്ക് പോകുന്ന അറിയില്ലല്ലോ. അവന്തിക കൈവിട്ട് പോകുന്നുള്ള പേടിയിലാണ് കേട്ടോ. പക്ഷേ മുത്തശ്ശൻ്റെ അഭിപ്രായം എന്തായാലും മാറ്റത്തുമില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്താൽ ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.